ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കുറേ ദിവസമായിട്ട് എനിക്ക് തോന്നുന്നു 1, 2, 3 മാസത്തോളം ആയിക്കാണ് വീടിനെ പറ്റി ഞാൻ ഒരു വീഡിയോ പോലും ചെയ്തിട്ടില്ല. കാര്യം ഡിസംബറിലാണ് പണിയൊക്കെ തീർന്നത്. അത് കഴിഞ്ഞിട്ട് പെയിൻ്റൊക്കെ അടിച്ച് ഏകദേശം ഒതുങ്ങി നിൽക്കുകയായിരുന്നു. അപ്പം നമ്മൾ ഇത്രാം തീയതി കയറണം എന്നുള്ളൊരു ഡേറ്റ്, അതായത് മാർച്ച് 5-നായിരുന്നു എൻ്റെ മനസ്സിനകത്ത് വീട്ടിൽ കയറണം എന്നുള്ളൊരാഗ്രഹം എൻ്റെ മനസ്സിനകത്തുണ്ടായിരുന്നു. വേറെ നമ്മൾ ഡേറ്റും അങ്ങനെ മറ്റേ ഇങ്ങനെ നോക്കിച്ച് അങ്ങനെ ഡേറ്റ് അങ്ങനെ നോക്കിയിട്ടില്ല. എൻ്റെ മനസ്സിനകത്ത് ഉണ്ടായിരുന്നൊരു ഡേറ്റാണ് മാർച്ച് 5-ാം തീയതി കയറണം. അപ്പോൾ ഡിസംബർ ഏകദേശം പകുതിയോളം ആയപ്പോൾ തന്നെ പെയിൻറ്റ് പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് ഇൻറ്റീരിയർ വർക്ക് മാത്രം ചെയ്തിട്ട് കയറണം എന്നായിരുന്നു എൻ്റെ മനസ്സിലെ പ്ലാൻ. അങ്ങനെ ഇരിക്കവേ മാർച്ച് 5 ഞാൻ കയറാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് മാർച്ച് 5-ാം തീയതി 2024. അപ്പോൾ തിരിച്ച് 2025 കറക്റ്റ് ഒരു വർഷം ആകുമ്പോഴത്തേക്ക് തിരിച്ചിങ്ങോട്ട് കയറണം എന്നൊരു മനസ്സിലെ ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കവേ ഡിസംബറിൽ പകുതിയൊക്കെ ആയപ്പോഴത്തേക്ക് പലരും ഇൻറ്റീരിയർ വർക്ക് എന്ന് പറയുന്നത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പല വലിയ കമ്പനിക്കാർ ഇങ്ങനെ വന്നിട്ട് ഞങ്ങൾ വീടിൻ്റെ വർക്ക് ചെയ്ത് തരാം, അങ്ങനെ ഇവിടെ കേശവദാസ് വരും, പിന്നെ കണ്ണൂരിൽ നിന്നൊക്കെ കുറേ ടീംസ് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻറ്റീരിയർ വർക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഒരു പയ്യൻ അവൻ ഇവിടെ എഴുന്നള്ളി വരികയാണ്. അപ്പം ബ്രോ, ഞാൻ ഇൻറ്റീരിയറിൻ്റെയൊക്കെ ആളാണ്, എനിക്ക് ബ്രോ ഇപ്പോൾ വേറെ ആർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്തു തരുന്ന പോലെ തന്നെ ഞാൻ വർക്ക് ചെയ്ത് തരും. അപ്പോൾ ബ്രോയ്ക്കും അവർക്കും ഞങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമില്ല. എനിക്കെന്ന് പറയുമ്പോഴത്തേക്ക് ഞാനൊരു റെപ്യൂട്ടഡ് ആയിട്ടൊരു കമ്പനിയിൽ നിന്നല്ല, ഞാനൊരു സ്റ്റാർട്ടപ്പാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഉള്ള ആൾക്കാർക്ക് അവസരങ്ങൾ കിട്ടുന്നില്ല എന്നതായിരുന്നു ആ പയ്യൻ എന്നെ കണ്ടപ്പോൾ പറഞ്ഞ പരാതി. അപ്പോഴത്തേക്ക് ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാണ്, നമ്മൾ ഒരുപാട് പോപ്പുലറായിട്ട് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് എന്താണ്, അവർക്ക് ഓൾറെഡി വർക്കുകളുണ്ട്. അപ്പം പുതിയ ഒരാൾക്ക് കയറി വരാൻ നമ്മളൊരു കൈത്താങ്ങ് കൊടുക്കുന്നതല്ലേ അതിൻ്റെ ഒരു രീതി, അല്ല അതല്ലേ എൻ്റെ ഒരു ശരി. അപ്പം ഞാൻ കാരണം അവന് കയറി വരാൻ പറ്റുകയാണെങ്കിൽ അതൊരു അവസരമായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ അവന് അവസരം കൊടുത്തു. അപ്പോൾ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ വർക്ക് ചെയ്തത് അവനാണെന്ന് ലോകം എല്ലാവരുടെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വാക്ക് പറഞ്ഞു, ഓക്കേടാ നീ നല്ല രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അത് അതേപോലെ പറയുമെന്ന് പറഞ്ഞു. അപ്പം തികച്ചും അവിടെ തൊട്ടാണ് എൻ്റെ അടി പതറി തുടങ്ങിയത്. അതായത് ഈ സ്പീഡ് സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, അതിനകത്ത് മറ്റേ ലാസ്റ്റ് റണ്ണിങ് റേസില്ലേ, ദിലീപിന് ബാറ്റൻ കൈമാറാൻ വേണ്ടി റിയാസ് ഖാൻ എത്തുമ്പോഴത്തേക്ക്, അപ്പോൾ എനിക്കറിയാം വീടിൻ്റെ പണി ഏകദേശം എന്താണ്ട് ഇനി കയ്യെത്താ ദൂരത്തേ ഉള്ളൂ, എനിക്ക് എൻ്റെ 1-2 മാസം കഴിഞ്ഞാൽ വീട്ടിനകത്ത് കയറാമെന്ന് എനിക്കറിയാം. അപ്പം ഈ ഒരു സീൻ ഒന്ന് ആലോചിച്ചു, റിയാസ് ഖാൻ ഇങ്ങനെ ബാറ്റൻ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരുമാതിരി വെറിയേറ്റൂലേ, അതേപോലത്തെ അവസ്ഥയായിരുന്നു. ഇവന് വർക്ക് കൊടുത്തതിന് ശേഷം, ഇവൻ വരുന്നതിന് മുമ്പ് വരെ വർക്കെല്ലാം നല്ല നീറ്റായിട്ട് ഡീസൻ്റായിട്ട് നടന്നു പോയിരുന്നു. ഇവൻ വന്ന് കൈവച്ചതിന് ശേഷം പിന്നെ ഇത് അങ്ങോട്ട് അനങ്ങടില്ല. അതായത് ഇവന് വർക്ക് അറിഞ്ഞുകൂടാ. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് താഴെ വരുമ്പോൾ കാണിച്ചു തരാം. ആദ്യം ഔട്ട്ഡോറിൽ ചെയ്ത് വെച്ചിരിക്കുന്ന വർക്കുകൾ കാണിച്ചു തരാം. അത് പുറമെ നല്ല അറിയാവുന്ന പണിക്കാർ ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് ഇൻറ്റീരിയറിൽ ഇവൻ കുളം തോണ്ടി വെച്ചിരിക്കുന്ന വർക്കുകൾ എന്താണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. വാ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ വീടിൻ്റെ 4 മൂലയ്ക്ക് ഓരോരോ പൈപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, അതിൽ കണക്ഷനും പിടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പുറമേ ഉള്ള പണികൾ ബാക്കിയെന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് ഇൻ്റർലോക്കിൻ്റെ പണി, പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ പെയിൻറ്റ് പണി അവിടെ ബാക്കി ഏകദേശം 2 കോട്ട് അടിച്ചിട്ടുണ്ട്. ജനലൊക്കെ അടിച്ചിട്ടുണ്ട്. ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൗണ്ടേഷനിലാണ് അടിക്കാറുള്ളത്. ഫൗണ്ടേഷനിൽ ഇവിടെ ഇപ്പം ഒരു ഗ്രേ കളർ, അതല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കളർ അടിച്ചു വിടണം എന്നാണ് പൊതുവേ ഇപ്പോൾ ഉള്ള ഒരു അഭിപ്രായം. ഏത് മറ്റേ ട്രീറ്റ്മെന്റ് ആണ് ചെതലിനുള്ള, അതിനുള്ള ഒരു സമയവും ഇല്ല, എങ്ങനെയെങ്കിലും ഇതിനകത്തൊന്ന് കയറി പറ്റിയാൽ മതി എന്നൊരവസ്ഥയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് വേറെ പരിപാടിയൊന്നുമില്ല, ഈ പെയിന്റ് മാത്രം അടിക്കുക, അത്രേ ഉള്ളൂ. അന്ന് ചേട്ടൻ മഹേഷന്റെ വീട്ടിൽ വെച്ച് പറഞ്ഞില്ല, ആ ചേട്ടന്റെ വീട്ടിലെ മതിലൊക്കെ ഇങ്ങനെ പെയിന്റ് എല്ലാം പൊരിഞ്ഞളവണം, അപ്പൊ നമ്മുടെ വീട്ടിൽ ഈ ഒരു അവസ്ഥ വരാതിക്ക് എന്തോ സാധനം അടിക്കുന്നു. യെസ്, അത് നമ്മൾ ഓൾറെഡി അടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതായത് വീട് വെക്കുന്നവർ, ഇനി വീട് വെക്കാൻ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഈ മലമ്പ്രദേശം, അതായത് മലയുടെ താഴെ വീട് വെക്കുന്ന, അല്ലെങ്കിൽ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ വീട് വെക്കുന്നത്, അതല്ലെങ്കിൽ അല്ലാത്തവർക്കും ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ്. അതായത് ഇപ്പോൾ ഉള്ള വീടുകളിൽ നമ്മൾ ഇപ്പോൾ വീട് വെച്ച് കഴിഞ്ഞാൽ അറിയത്തില്ല, വീട് കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് ഒരു 5-6 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് പെയിൻറ്റ് ഇവിടുത്തെ ഈ 2 അടി, ഈ ഫൗണ്ടേഷനിൽ നിന്ന് 2 അടി 3 അടി ഭാഗത്തായിട്ട് ഈ പെയിൻ്റ് എല്ലാം പൊരിഞ്ഞളവി ഇങ്ങനെ മറ്റേ പൊള്ളി നിൽക്കുന്നത് പോലെ നിങ്ങൾ കാണാൻ സാധിക്കും. ഇത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ഈ ഫൗണ്ടേഷൻ, അതായത് താഴത്തുള്ള വെള്ളം കാപ്പിലറി ആക്ഷൻ വഴി മുകളിലോട്ട് കയറി വരുന്ന ഭൂമിയുടെ അടിയിലുള്ള വെള്ളം ഇതുപോലത്തെ ഈ ഉണ്ടാകുന്ന ഇതിലൂടെ സുശീലത്തിലൂടെയൊക്കെ മുകളിലോട്ട് കയറി വരികയും അത് അവസാനം ഇവിടെയൊക്കെ വന്നിട്ട് ഈ ചുവരിനെ ഭയങ്കരമായിട്ട് നാശപ്പെടുത്തുന്നു. അപ്പോൾ കയ്യിലുള്ള പൈസ കൊടുത്ത് വീട് വെച്ചതിന് ശേഷം പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഇത്. ഇങ്ങനെ പെയിൻ്റൊക്കെ പൊരിഞ്ഞളവുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നുക. വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ് ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമുക്കിപ്പം ഒരു വർക്ക് കൊടുത്ത് കോൺട്രാക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ പറയണം ഇതെങ്ങനെ ചെയ്യണം, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ് എന്തെങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിരിക്കുമെന്ന് അവർ പറയുമ്പോഴത്തേക്ക് ചില വീട്ടുകാർ പറയും, അയ്യോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതൊക്കെ ചെയ്യാതെ എത്ര വീട്ടുകാർ ഇപ്പോഴും നല്ല വീട് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നവരുണ്ടാവും. ആക്ച്വലി അത് വെറും മണ്ടത്തരമാണ്. നമ്മൾ 500 രൂപ 1000 രൂപ
ആ സമയത്തെ ലാഭം നോക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് നഷ്ടമാവുന്നത് ഒരു 5000 10,000 രൂപയായിരിക്കും. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരാം. ഡോക്ടർ ഫിക്സിറ്റിൻ്റെ ബിറ്റു ഫിക്സ് എന്ന് പറയുന്ന സാധനം. ഇപ്പോൾ ക്യാപ്പിലറി റൈസ് കാരണം വീടിന് താഴെയുള്ള വെള്ളം ഈർപ്പം എല്ലാം കൂടെ ഇങ്ങനെ പൊങ്ങി നേരെ പ്ലിന്ത് ബീമിലേക്ക് വരും. അവിടെ നിന്ന് നേരെ ചുവരിലേക്ക് പിടിക്കും. ചുവരിൽ പിടിച്ച് കഴിഞ്ഞ് പെയിൻ്റ് എല്ലാം കൂടെ പൊരിഞ്ഞ് ഇളവി നാശക്കോട്ടയാവും. ഇത് ആഫ്റ്റർ കൺസ്ട്രക്ഷൻ നമുക്ക് ഇതിനൊരു പെർമനൻ്റ് ആയിട്ട് ഒരു സൊല്യൂഷൻ ഇല്ല. ഇറ്റ് ഈസ് ഇൻക്യൂറബിൾ. അപ്പം ഇതിനെ എവിടെയെങ്കിലും നമുക്ക് വെച്ച് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇതിനെ ക്യൂർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ പ്ലിന്ത് ബീമിൽ വെച്ച് തന്നെ ഇതിനെ അങ്ങ് പ്രിവെൻറ്റ് ചെയ്യണം. ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ തന്നെ യവൻ അങ്ങോട്ട് എടുത്തിട്ട് കൊടുക്കണം. ഡോക്ടർ ഫിക്സിറ്റിൻ്റെ ബിറ്റു ഫിക്സ് നല്ലൊരു സൊല്യൂഷനാണ്. അപ്പോൾ പൊതുവേ ചുവരിൽ ഇങ്ങനെ ഡാമേജ് കാണുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും അത് പെയിൻ്റ് അല്ലേ, അത് ചുരണ്ടി കളഞ്ഞിട്ട് പിന്നെ രണ്ടാമത് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ അങ്ങ് ശരിയാവുന്നു. അങ്ങനെയല്ല, അത് വന്നു കഴിഞ്ഞാൽ അത് വന്നതാണ്. അപ്പം ഇത് മാത്രമല്ല, ഇത് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ സ്ട്രെങ്ത്തിനെ നല്ല രീതിക്ക് അത് ബാധിക്കുകയും ചെയ്യും. പിന്നീട് മേ ബി അത് ലീഡ്സ് ടു ക്രാക്ക് ഒക്കെ വരാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു കോൾഡ് ബിറ്റുമിൻ എമൽഷനാണ്. അതായത് ചാർക്കോൾ ഫേസ് മാസ്ക് കൂലുണ്ട്. ഫേസ് മാസ്ക് ആണെന്ന് പറഞ്ഞെടുത്ത് തലയിലൊന്നും തേച്ച് കൊടുക്കല്ലേ. അതായത് സോറി, തലയിലല്ല, മുഖത്ത്, ഫേസല്ലേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇത് ഡയറക്റ്റ് നിങ്ങൾക്ക് എടുത്ത് അപ്ലൈ ചെയ്താൽ മതി. മാർക്കറ്റിൽ സാധാരണ ഇപ്പോൾ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഹോട്ട് ബിറ്റുമിൻ എമൽഷൻ ആയിരിക്കും. അതായത് കൊണ്ടുവന്നിട്ട് എടുത്ത് ചൂടാക്കിയിട്ടായിരിക്കണം നിങ്ങൾ സർഫസിൽ അപ്ലൈ ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു ബോണ്ടിങ് കുറവാകാനുള്ള ചാൻസ് കൂടുതലാണ്. 50% എലാസ്റ്റിസിറ്റി കൂടുതലാണ് എന്നും ഇതിന് പറയപ്പെടുന്നുണ്ട്. നല്ല വീട്ടുണ്ട്. ഈ ബിറ്റുഫിക്സ് എന്ന് പറയുന്നത് കെമിക്കൽ റെസിസ്റ്റൻ്റ് ആണ്. അതായത് സോയിലിലുള്ള സോൾട്ടിനെയും കാര്യങ്ങളിലേക്ക് പ്രിവെൻറ്റ് ചെയ്യും. അഥവാ നല്ല രീതിക്ക് ഒന്ന് ബ്ലോക്ക് ചെയ്ത് നിർത്താൻ കെൽപ്പുള്ളവനാണ് യവൻ. എൻ്റെ വീട് പണി സമയത്ത് ഞാൻ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അത് മനസ്സിലാകും. അപ്പം എനിക്ക് കാരണം ഒരു റിസ്ക് എടുക്കാൻ വയ്യ. ഫ്യൂച്ചറിൽ ഒരു വീടും കെട്ടിയിട്ട് പിന്നീട് അതിൻ്റെ പെയിൻറ്റ് പോകുന്നതും നോക്കിയിരുന്ന് വിഷമിക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തു. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് അപ്ലൈ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മുടെ പ്ലിന്ത് ബീമിൻ്റെ സർഫസ് എല്ലാം ക്ലീൻ ചെയ്തിട്ടതിന് ശേഷം ഇതിൻ്റെ ഫസ്റ്റ് കോട്ട് അടിക്കുക. ഫസ്റ്റ് കോട്ട് അടിക്കുമ്പോഴത്തേക്ക് 20% വാട്ടർ ആഡ് ചെയ്തിട്ട് അടിക്കുന്നത് വളരെ നന്നായിരിക്കും. സെക്കൻഡ് തേർഡ് അടിക്കുമ്പോഴത്തേക്ക് വാട്ടറിൻ്റെ ആവശ്യമില്ല. പിന്നെ ഓരോ കോട്ട് അടിക്കുമ്പോഴത്തേക്ക് നമ്മളൊരു 6 മണിക്കൂർ ഇൻ്റർവെൽ ഒരു സമയം കൊടുക്കണം. എന്നാൽ മാത്രമേ ഫസ്റ്റ് കോട്ട് സെക്കൻഡ് കോട്ട് തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് കറക്റ്റ് ആവത്തുള്ളൂ. പിന്നെ നമ്മളിപ്പം ഫസ്റ്റ് കോട്ട് അടിക്കുമ്പോഴത്തേക്ക് ബ്രഷ് ഇങ്ങനെ വെർട്ടിക്കലി ഇങ്ങനെ അടിക്കുകയാണെങ്കിൽ രണ്ടാമത്തത് ഹൊറിസോണ്ടൽ അടിക്കാം. അപ്പോൾ നല്ല രീതിക്ക് ഒന്ന് കവറേജ് ആവും. അപ്പോൾ അതാണ്ട് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പേര് മറക്കണ്ട, ഡോക്ടർ ഫിക്സിറ്റിൻ്റെ ബിറ്റു ഫിക്സ്. അതാണ്ട് ഇങ്ങനെ തൊപ്പിയൊക്കെ വെച്ചിട്ടുള്ള ഒരു കൺട്രാക്റ്റൊക്കെ നിൽപ്പുണ്ട്. ഇതാണ് ഇതിൻ്റെ ലോഗോ. അപ്പോൾ വാങ്ങിക്കാനുള്ള ഡീറ്റെയിൽസ് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഡോറ്. മുമ്പേയൊക്കെ നിങ്ങൾ കാണുമ്പോഴത്തേക്ക് അറിയാം ഇതൊരു സ്റ്റീൽ ഡോറാണ്. പക്ഷേ ഇപ്പോൾ പെയിൻ്റൊക്കെ അടിച്ചൊന്ന് കുട്ടപ്പനാക്കി എടുത്തപ്പോഴത്തേക്ക് ഒറ്റ നോട്ടത്തിൽ തടിയായിട്ടൊക്കെ തോന്നും. പക്ഷേ പണി തീർന്നിട്ടില്ല. ഇനി ഇച്ചിരി കൂടെ മറ്റേ ചിത്രപ്പണികളൊക്കെ ബാക്കിയുണ്ട്. കുറച്ചിങ്ങനെ വരച്ചൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഏകദേശം ഒരു തടിയുടെ രൂപത്തിലാവും. അപ്പോൾ പിന്നെ ദൂരം നോക്കി ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ തടിയാണെന്നേ വിചാരിക്കുകയുള്ളൂ. അതേപോലെ എല്ലാ ജനലും അടിച്ച് പെയിൻ്റ് അടിച്ച് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. തേക്കിൻ്റെ കളറാണ് അടിച്ചിരിക്കുന്നത്. പിന്നെ അകത്ത് അതിൻ്റെ കമ്പി മാറ്റ് ബ്ലാക്കാണ് അടിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് പുറമേയുള്ള കൊച്ചു കാഴ്ചകൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക് ഏരിയയുടെ ഔട്ട് സൈഡ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ചെറിയ ഷീറ്റൊക്കെ ഇട്ട് ഇതിനങ്ങ് വൃത്തിയാക്കി എടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അമ്മയ്ക്ക് വലിയ പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയ സ്ലാബ് ഇട്ട് കൊടുത്ത്, പിന്നെ അമ്മയ്ക്ക് വിളക്ക് തേക്കാനൊക്കെ എല്ലാത്തിനും ഉപകാരപ്പെടുന്ന ഒരു ഇതാണ്. ഇവിടെ പൈപ്പും സാധനങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം അമ്മയ്ക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. അത് അമ്മയുടെ ആവശ്യപ്രകാരം ചെയ്തതാണ്. അപ്പോൾ ഷീറ്റൊക്കെ ഇട്ട് ഇതെന്ന് പറയുന്നത് മറ്റേ ട്രാൻസ്പാരൻ്റ് ആയതുകൊണ്ട് നല്ല വെളിച്ചവും കിട്ടും. പിന്നെ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കാറ്റുള്ള ഏരിയയാണ്. ഇപ്പോൾ തന്നെ മുടിയൊക്കെ പറക്കുന്നുണ്ട്. നല്ല കാറ്റുള്ള ഏരിയ ആയതുകൊണ്ട് ഭയങ്കര രസമാണ്. പിന്നെ ഇത് കാഴ്ചയിൽ ഒറ്റ നോട്ടത്തിൽ ഇതൊരു പട്ടിക്കൂടായിട്ട് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ഇത് പട്ടിക്കൂടല്ല. ഇത് എന്ന് പറയുന്നത് നമ്മുടെ ഗ്യാസൊക്കെ വയ്ക്കാൻ വേണ്ടി 2 ഗ്യാസ് കുറ്റികൾ വയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ഒരു കുഞ്ഞു കൂടാണ്. ഈ പുറത്ത് ഗ്യാസ് വയ്ക്കാമെന്ന് വെച്ചാൽ അകത്തെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് സ്ഥലപരിമിതികൾ കാരണം നമ്മളിത് പുറത്താക്കിയതാണ്. ഇനി 2 പൈപ്പൊക്കെ ഇട്ട് ഒരു പൈപ്പ് ഇട്ട് അതിൻ്റെ കണക്ഷൻ ഇവിടെ സെറ്റ് ചെയ്യണം. പിന്നെ ഇവിടെ ഒരു പുറമേ നമ്മളൊരു കുഞ്ഞു ടോയ്ലറ്റ് സെറ്റ് ചെയ്തെടുത്ത് നിങ്ങളിവിടെ ചേർത്ത് വെച്ചെന്ന് പറഞ്ഞ് പെർമിഷൻ ഇല്ലാതെ ചെയ്തെന്ന് വിചാരിക്കരുത്. പെർമിഷനോട് കൂടി തന്നെയാണ് പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്ത് തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഫിറ്റിങ്സ് ഒന്നും നടന്നിട്ടില്ല, ചുമ്മാ പേരിന് വേണ്ടി മാത്രം കെട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ വീടിൻ്റെ അകമെന്ന് പറയുന്നത് അധികം കാണിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജിലാണ്. കാര്യം അത്രയ്ക്കും വൃത്തിഹീനമായിട്ടും അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. കുറേ കാര്യങ്ങൾ ഇനി റീപ്ലേസ് ചെയ്യാനുണ്ട്, കുറച്ച് കാര്യങ്ങൾ ഇനി എക്സ്ട്രാ ചെയ്യാനുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സ്റ്റേജിലാക്കിയിട്ടാണ് ഇവൻ പോയത്. ഇവൻ പോയതല്ല, ഇവനെ പറഞ്ഞയച്ചതാണ്. ഇവൻ്റെ പേരെന്തരടി? പേര് ബിലാൽ അല്ലേ? ബിലാൽ എന്നാണ് അവൻ്റെ പേര്.
അപ്പോൾ ഇവൻ്റെ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ കമ്പനിയുടെ പേരെന്ന് വെച്ചാൽ ബി ഡെവലപ്പേഴ്സ് അങ്ങനെ എന്തോ ആണ് കമ്പനിയുടെ പേര്. അത് പക്ഷേ രജിസ്റ്റേർഡ് കമ്പനിയൊന്നുമില്ല, സ്റ്റാർട്ടപ്പ് ആണല്ലോ. അപ്പോൾ കയറി വരാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ഒരു കമ്പനിയുടെ പേരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ പറയും നിങ്ങൾ ഒരാൾക്ക് ഒരു ഡീറ്റെയിൽസ് അറിയാതെ ഒരു വർക്ക് കൊടുത്തത്. അപ്പം ഇവൻ്റേതാണെന്നും പറഞ്ഞിട്ട് ഒരു വർക്ക് 1-2 വർക്ക് കാണിക്കാൻ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം ആ വർക്ക് ഇവൻ ചെയ്തതാണെന്ന് അറിയില്ല. അവിടെ 1-2 സെറ്റപ്പ് നാടകമാണോ ഇല്ലയെന്ന് അറിഞ്ഞുകൂടാ, അങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ടിട്ട് അപ്പോൾ ആൾക്ക് ഒരു അവസരം കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ അവസരം കൊടുത്തത്. അപ്പം ഇവൻ ചെയ്തു വെച്ചിരിക്കുന്ന 1-2 സാധനങ്ങൾ ഞാൻ ഇവിടെ കാണിച്ചു തരാം. അതായത് ഇവിടുന്ന് കംപ്ലീറ്റ് അളവ് എടുത്തുകൊണ്ട് പോയിട്ട് മറ്റേ ഫാക്ടറിയിൽ പോയി കട്ട് ചെയ്ത് എല്ലാം ഒട്ടിച്ച് മൈക്കൊക്കെ ഒട്ടിച്ചിട്ടാണല്ലോ വരുന്നത്. ഇവ ഒരു 300 പ്രാവശ്യം അളവ് എടുത്തിട്ട് സാധനം കൊണ്ടുവരും, ഡോറൊക്കെ കൊണ്ടുവരും. ഡോർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒന്നീ മേളിലെത്തൂല, അല്ലെങ്കിൽ താഴെ എത്തൂല, അല്ലെങ്കിൽ സൈഡിലെത്തൂല. പിന്നെ എന്ത് മിസ്റ്റേക്ക് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പം ഉദാഹരണത്തിന് രണ്ട് സൈഡ്, അതായത് അലമാരയുടെ മേളിലും അലമാരയുടെ താഴെയും കാണുന്ന കളർ നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു കളർ രണ്ടാണെന്ന് നമ്മൾ അവൻ്റെ അടുത്ത് പറഞ്ഞ് വാദിച്ച് കഴിഞ്ഞാൽ പറയും, ബ്രോ ഇതാണ് ബ്രോ ഇപ്പോഴത്തെ ട്രെൻഡ് ബ്രോ, ഇതിങ്ങനെയാണ് ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ തിരിച്ച് പറയും. അതായത് അവന് അബദ്ധം പറ്റിപ്പോയതാണ്, അല്ലെങ്കിൽ അവൻ ഓർക്കാപ്പുറത്ത് ചെയ്തതാണ്. രണ്ട് കളർ വായി നോക്കിക്കൊണ്ട് എടുത്തുകൊണ്ട് വന്നിരിക്കും. അപ്പം ഞാൻ ഈ ഒരു വർക്ക് ഇവനെ ഏൽപ്പിച്ചതെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ജോലി തിരക്കും കാര്യങ്ങളുണ്ടായിരുന്നപ്പോൾ ഇവൻ നോക്കി നല്ല രീതിക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞൊരു വിശ്വാസത്തിന്മേൽ ഞാൻ ഏൽപ്പിച്ച് പോയതാണ്. അതായിരുന്നു ഞാൻ ജീവിതത്തിൽ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം. ഇവൻ്റെ വാക്കും കേട്ട്, അല്ലെങ്കിൽ ഇവനാരും വർക്ക് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഇവന് കയറി വരാൻ അവസരം ആരും കൊടുക്കുന്നില്ല, ഇതല്ലേ ഇവൻ്റെയൊക്കെ വർക്ക്, ആരാണ് ഇവന് അവസരം കൊടുക്കുന്നത്? അതായിരുന്നു സംഭവം. അപ്പം ഇങ്ങനൊരു സംഭവത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാരെ വായിരിക്കണം മുഴുവൻ ഞാൻ കേൾക്കേണ്ടിരുന്നു. കാരണം ഞാൻ വേറെ ആരുടെ ആലോചിക്കാതെ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം എടുത്ത് കൊടുത്ത് പോയതാണ്. ഞാൻ പെട്ടുപോയതാണ് ഇതിനകത്ത്. അപ്പം നിങ്ങൾ റീസെൻ്റ് ആയിട്ടുള്ള കുറേ വീഡിയോസിൽ നിങ്ങൾ പറയുന്നുണ്ടാകും ഞങ്ങൾ അച്ഛൻ ഫാൻസ് അസ്വസ്ഥരാണ്, അച്ഛൻ്റെ വീഡിയോസിലൊന്നും കാണാറില്ലെന്ന്. എങ്ങനെ അച്ഛൻ കുറേ നാളായിട്ട് നേരെ എൻ്റെ അടുത്തൊന്നും മിണ്ടിയിട്ട് ഞാൻ വളരെ വല്ലാത്തൊരു സ്റ്റേജിലായിപ്പോയി. അച്ഛൻ എൻ്റെ അടുത്ത് മിണ്ടാറില്ല. അച്ഛൻ്റെയും അമ്മേരെയും വായിരിക്കണത് പോട്ടേന്ന് വയ്ക്കാൻ ഈ പെണ്ണിൻ്റെ വായിരിക്കണ വരെ ഞാൻ കേൾക്കേണ്ടി വന്നു. ഈ പെണ്ണിൻ്റെ വായിരിക്കണം കാര്യം ഞാൻ വീട്ടിൽ സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു അവസ്ഥയിലായിപ്പോയി. അപ്പോൾ എനിക്ക് വേറെ നിവർത്തിയില്ല. ഇവൻ ചെയ്തു വെച്ച നഷ്ടങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് കുറേ അവിടെ വേസ്റ്റ് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇവൻ ചെയ്യും, പോവും, കൊണ്ടുവരും, ഇളക്കും, പോവും, ഇളക്കും, കൊണ്ടുവരും. അതായത് ഒരു സാധനം, ഒരു ഡോറ് ഒരു 10 പ്രാവശ്യമെങ്കിലും അവൻ റീപ്ലേസ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ, മെറ്റീരിയൽസ് മുഴുവൻ എൻ്റെ ഇതിൽ നിന്നാണ് പോയത്. ഇനി വീടിൻ്റെ അകമെന്ന് പറയുന്നത് നമ്മൾ ബാത്റൂമിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇലക്ട്രിക്കൽ വർക്കുകൾ കുറേയൊക്കെ ഒതുക്കി വരുന്നുണ്ട്. എൻ്റെ ബാത്റൂം ഇതാണ് എൻ്റെ ബാത്റൂം. കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ, ഇരുട്ടായതുകൊണ്ട്. ഇപ്പോൾ ക്ലോസറ്റും ഷവറും അങ്ങനത്തെ സംഭവങ്ങൾ എല്ലാവരുടെയും ബാത്റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തൊരു സൈഡിൽ വരുന്നുണ്ട്. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഇതായിട്ടുണ്ട്. സ്റ്റെയർ കേസിൻ്റെ ഗ്ലാസും കാര്യങ്ങളും. അപ്പം ഒരാൾ വർക്ക് കുളമാക്കി എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് വേറെ ആളുടെ വർക്കാണ്. ഒരാൾ വർക്ക് കുളമാക്കി എന്ന് പറയുമ്പോഴത്തേക്കും അയാൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ പറയാതിരിക്കുന്ന മോശം ഒന്നാണ്. ഇതൊക്കെ എനിക്ക് ചെയ്തതിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ്. ഈ പാൻറ്റൊക്കെ ചെയ്ത് ബോക്സൊക്കെ ചെയ്ത് വെച്ചത് വളരെ നന്നായിട്ടുണ്ട്. ഇതും 4 ഇപ്പം പണ്ടിരുന്ന ചെറിയൊരു കുഴിയാണല്ലോ, അപ്പോൾ ഇതിനെ ഈ ഒരു പരിവാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റെയറിൻ്റെ ഈ ഭാഗത്ത് എന്ന് പറഞ്ഞിട്ട് ഇവിടെയും പാനലൊക്കെ ചെയ്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പക്ഷേ ഗ്ലാസിൻ്റെ പുറമേ ആകുമ്പോഴത്തേക്ക് അത് ഭയങ്കര വൃത്തിയാണ്. ഗ്ലാസ് ഭയങ്കര ബോറാണ്. അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് നല്ലൊരു വൃത്തിയാക്കിയിട്ട് ഞാനത് ഹോം ടൂറിൽ കാണിച്ചു തരാം. ഒരു വീടിൻ്റെ മെയിനായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ അത് അടുക്കളയാണ്. അപ്പോൾ അടുക്കളയിലെന്ന് പറയുമ്പോഴത്തേക്ക് ഈ പുള്ളി ഓരോന്നായിട്ട് ചെയ്ത് ഫിറ്റ് ചെയ്ത് പഠിച്ച് അങ്ങനെ ഒരു കൂട്ട സാധനങ്ങൾ വേസ്റ്റായി പോയിട്ടുണ്ട്. അപ്പം എനിക്ക് WPC ആണ് എടുത്ത് വെച്ചിരുന്നത്, അതിലാണ് കിച്ചൺ ചെയ്തത്. അപ്പോൾ കുറേ WPC വേസ്റ്റായി. പിന്നെ അങ്ങനെ കുറേ അതിൻ്റെ ഹാൻഡിൽ, പിന്നെ എന്താ പറയുക അതിൻ്റെ അക്രലിക്ക്, പിന്നെ അതിൻ്റെ എഡ്ജ് ബാൻഡും കാര്യങ്ങളും, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വേസ്റ്റ് ആയിട്ടുണ്ട്. അതൊക്കെ ഒരു സൈഡിൽ മാറ്റി ഇട്ടിട്ടുണ്ട്. അത് ഇനി വേറെ ഏതെങ്കിലും കട്ട് പീസായിട്ട് എനിക്ക് യൂസ് ചെയ്യാം. വേണ്ട, ഇതാണ് നമ്മുടെ അടുക്കളയുടെ കിച്ചൻ്റെ കളർ, അക്രലിക്കിൻ്റെ കളർ ഇതാണ്. ഇതാണ്ട് ഈ ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഓരോന്നായിട്ട് ചെയ്ത് പഠിച്ച് വെട്ടി മുറിച്ച് അളവ് എത്താത്തതുകൊണ്ട്, ഡോർ എത്താത്തതുകൊണ്ട് നമുക്ക് വേസ്റ്റ് ആയിട്ട് വന്ന സാധനങ്ങളാണ്. ഇതിൽ കൂടുതൽ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ആ വേസ്റ്റ് വന്ന സാധനങ്ങളൊക്കെ നമ്മൾ വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റിയ വേറെ ഇതൊക്കെ മറ്റേ ഷെൽഫിൻ്റെ ഡോറും അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ കുറേയൊക്കെ ഒരു 3, 5, 7, 8 ഡോറുകൾ നമ്മൾ അതിൽ കൊണ്ട് ഫിക്സ് ചെയ്തു. അതുകൊണ്ട് അതിന് സെപ്പറേറ്റ് വരുന്നൊന്നുമില്ല. ബാക്കി ഇതൊക്കെ പുള്ളി ഇത് തന്നെ കലാവിരുദ്ധാണ്. ഇത്രയും വേസ്റ്റേജുകൾ പുള്ളിക്ക് നമുക്ക് സമ്മാനിക്കാൻ സാധിച്ചു. പിന്നെ ഞാനിത് ഇത്രയും എടുത്ത് പറയേണ്ടി വന്ന ഒരു സാഹചര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവൻ്റെ അടുത്ത് വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീയാണ് ഇതൊക്കെ ചെയ്തതെന്ന് ഞാൻ ഒരു കാലത്ത് ലോകത്തെ മുഴുവൻ അറിയിക്കുമെന്ന് ഞാൻ അവൻ്റെ വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ ചെയ്ത പ്രവൃത്തി എന്തായാലും ഞാൻ എല്ലാവരുടെ മുമ്പിലും അറിയിച്ചത്. ഇനി അവൻ ഇവിടെ നിന്ന് തടിയർത്ത പൊടി പറക്കാൻ വന്നാൽ പോലും ഞാൻ ഇനി അവൻ അവിടെ കയറ്റില്ല. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, തിരുവനന്തപുരം ജില്ലയിലാണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്, പിന്നെ അങ്ങോട്ടൊക്കെ വരികയാണെങ്കിൽ അത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് കൊടുക്കാം, വർക്ക് കൊടുക്കാതിരിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളാണ് ഇവിടെ നിലവിൽ സംഭവിച്ചിരിക്കുന്നത്. ഇനിയുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ഇനി നിലവിലുണ്ട്. ഒരു അലമാരയുടെ ഡോറൊന്നും ഇതുവരെയായിട്ട് എത്തിയിട്ട് പോലുമില്ല. അതിൽ
അങ്ങനെ പല പല സംഭവം എല്ലാം പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ കുറ്റങ്ങൾ മാത്രമേ പറയാനുള്ള സമയം കാണുള്ളൂ. നമുക്കിപ്പോൾ അതിനുള്ള നേരമൊന്നുമില്ല. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഇവിടെ എന്തൊക്കെയാണ് പ്രശ്നങ്ങളുണ്ടായെന്നും ഈ 2-3 മാസം കൊണ്ട് എന്തുകൊണ്ടാണ് ഞാൻ അപ്ഡേറ്റ് ഒന്നും തരാത്തതെന്ന്. അപ്പം ഇതാണ് നിലവിലെ ഈ വീട്ടിൻ്റെ അവസ്ഥ. ഇനി ഇതിനെയൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തി ഈ തെറ്റുകുറ്റങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാൻ കുറച്ച് സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് സമയമാണ്. അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്ത് ഒരു ഹോം ടൂർ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ ഇപ്പം എനിക്ക് ഇതുകൊണ്ടൊരു കാര്യം മനസ്സിലായി. ഒരുത്തൻ അതായത് ഈ കോർപ്പറേറ്റ് കമ്പനികൾ എന്തുകൊണ്ട് ഒരു എക്സ്പീരിയൻസ് ആൾക്കാരെ ഒരു ജോലിക്ക് നിയമിക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണം എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായി. ഇതുപോലത്തെ ഒരു കോപ്പ് അറിഞ്ഞുവിടാത്ത ഒരാൾ നമ്മൾ പ്രിഫർ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ നഷ്ടം വരുന്നത് ഭയങ്കര വലുതാണ്. അപ്പം നിങ്ങൾക്ക് അത്രയും ഉറപ്പുള്ള ഒരാൾക്ക് മാത്രമേ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് വീടിൻ്റെ ഏറ്റവും നെടുന്തോ അല്ലെങ്കിൽ ഏറ്റവും ഏറ്റവും ലാസ്റ്റ് ഏറ്റവും ഭംഗിയാക്കുന്നത് വീടിനെ ഭംഗിയാക്കുന്നത് അതിൻ്റെ വർക്ക് തന്നെയാണ്. അപ്പം അത് ഇത്തിരി അറിവുള്ള ആൾക്ക് കൊടുക്കുന്നതായിട്ട് ഏറ്റവും നല്ലത്. അപ്പോൾ അല്ലാതെ വഴിയെ പോയി ഇതുപോലത്തെ എനിക്ക് പറ്റിയൊരു അബദ്ധം നിങ്ങൾക്ക് വരാതിരിക്കട്ടെ. പിന്നെ ഇത് എനിക്ക് ജീവിതത്തിൽ ഉണ്ടായ ഒരു ഡൗൺഫോളാണ്. അപ്പം ഈ ഓരോ ഡൗൺഫോളും നമുക്കൊരു ബ്ലെസ്സിങ് ആണ്, അതൊരു ലെസണാണ്. അപ്പം ഞാൻ ഇതിന്ന് ഒരു പാഠം പഠിച്ച് എന്തായാലും ഇനി ഏവനെങ്കിലും ഇതേപോലെ ഒന്ന് സങ്കടം പറഞ്ഞിട്ട് എന്നാൽ എന്നെയും കൂടെ ഉയർത്തിക്കൊണ്ടുപോവാ എങ്ങനെയാണ് അവസ്ഥ, അവൻ്റെയൊക്കെ അവസ്ഥയിൽ നമ്മളിപ്പോൾ കൊണ്ട് തല വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇവൻ കാരണം ചിലപ്പോൾ ഒരുപക്ഷെ നല്ല ടാലൻ്റുള്ള ആൾക്കാർക്കും ഇത് കാരണം അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടേക്കാം. അപ്പം എനിക്കെന്തായാലും ഇരുപ്പത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരാൾക്കും ഇതുപോലത്തെ സംഭവങ്ങളൊന്നും വരാതിരിക്കട്ടെ. നിങ്ങൾ വെൽ പോപ്പുലറായിട്ട് അറിയാവുന്ന നല്ല എക്സ്പീരിയൻസ്ഡ് ഒരാൾക്ക് മാത്രമേ എന്തുകൊണ്ട് വർക്ക് കൊടുക്കാവൂ. കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എഗ്രിമെൻറ്റ് അവർ അങ്ങനെയാണെങ്കിൽ എഗ്രിമെൻറ്റ് വെക്കും. എനിക്കാണെങ്കിൽ ഈ കേസിൽ എഗ്രിമെൻറ്റോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇവൻ്റെ രജിസ്റ്റേർഡ് ആയിട്ട് ഒരു ഓഫീസോ ഒരു നിയമവും ഇല്ല. അപ്പം അങ്ങനെ ഒരാൾക്ക് ഞങ്ങളൊരു എഗ്രിമെൻറ്റോ ആയിട്ട് ധാരണയിലാണ് പോയത്. ഞാൻ ഒരു വാക്കിൻ്റെ പുറത്ത് പോയൊരു വർക്കാണ്. അവസാനമായിട്ട് മാർച്ച് 9 വരെ ഒരു ലാസ്റ്റ് ഡേറ്റ് അവൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. ഈ വർക്ക് ഞാൻ അതിനോടൊക്കെ തീർത്ത് തരാം, അതായത് മാർച്ച് 5 കഴിഞ്ഞിട്ട് ഒരു 5-6 ദിവസം കൊടുത്താൽ എനിക്ക് തീർത്ത് തരാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഓക്കെ ഞാൻ പറഞ്ഞ് ഇത് ലാസ്റ്റാണ്, നിനക്ക് തീർക്കാൻ പറ്റുമെങ്കിൽ നീ തീർത്തോ എന്ന് പറഞ്ഞ് മാർച്ച് 9 വരെ സമയം കൊടുത്ത് തീർത്തില്ല. എന്നിട്ടും ബാക്കി പെൻഡിങ് കിടപ്പുണ്ട് ഒരു 6-7 ദിവസത്തെ വർക്ക്. 6-7 ദിവസത്തെ വർക്ക് ഇനിയിപ്പോൾ നീ ചെയ്യേണ്ട, ഇനിയിപ്പോൾ ആ വീട് അവിടെ കിടന്നു പോയാൽ എനിക്ക് സാരമില്ല, നീ ഇറങ്ങിക്കോ എന്നും പറഞ്ഞ് ദേഷ്യത്തിൽ തന്നെ പറഞ്ഞ്. പക്ഷേ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, കാര്യം നോമ്പ് സമയമാണ്, അതിൻ്റെ പാപം നമുക്ക് വേണ്ട. അവന് വന്ന് വരുത്തി വെച്ച നഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അത് ഞാൻ സഹിച്ചോളാം, ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു. ഇവൻ ഇതിലുള്ള ലാഭം എന്ന് പറഞ്ഞാൽ ഇവൻ പറഞ്ഞ സ്ഥലത്തു നിന്നൊക്കെയാണ് നമ്മൾ സാധനം എടുത്ത് കൊടുത്തത്. അതെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇന്ന കടയിൽ നിന്ന് എടുക്കാം, വേണ്ട ബ്രോ അത് അവിടെ അങ്ങനെയല്ല ബ്രോ ഈ കടയിൽ നിന്ന് സാധനം എടുക്കുക, ഇത് നല്ല സാധനങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് അവൻ പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മൾ സാധനം എടുത്ത് കൊടുത്തു. ഇവൻ്റെ ഏറ്റവും വലിയതെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കൽ ഗ്ലാസ് എടുക്കാൻ പോയി, ഈ ജനലിലൊക്കെ ഇടുന്ന ഗ്ലാസ് എടുക്കാൻ വേണ്ടി ഞാൻ ഗ്ലാസ് എല്ലാം ഓർഡറും കൊടുത്ത് അവർ ബില്ലടിച്ച് എൻ്റെ കൈ തന്നപ്പോഴത്തേക്ക് ഇവ എന്നെ വിളിച്ചിട്ട് പറയണം ബ്രോ എവിടെ അത് ഞാൻ ഗ്ലാസ് എടുക്കാൻ വേണ്ടി ഇരിക്കണം. ഏത് കടയിൽ? ഇന്ന കടയാണ്. ഓക്കെ ആ കടയിൽ ഫോൺ കൊടു, ഞാൻ പറഞ്ഞ് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ഇവൻ ഫോൺ കൊടുത്തിട്ട് അത് ചേട്ടാ അത് എൻ്റെ സൈറ്റാണ്, ഞാൻ വർക്ക് ചെയ്യുന്ന സൈറ്റാണ്, ബില്ലിൽ മാക്സിമം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തോണേ എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അയാൾ ഓക്കെ എന്ന് പറഞ്ഞു. ഓൾറെഡി അയാൾ ബില്ല് എൻ്റെ കയ്യിൽ അടിച്ച് കൈ തന്നിരിക്കുന്നു. ഇവ അവിടെ കയറി ആളാവാൻ വേണ്ടിയിട്ട് ചുമ്മാ കയറി അവിടെ അയാളുടെ അടുത്ത് ഫോൺ വിളിച്ച് സംസാരിച്ച് എൻ്റെ സൈറ്റാണെന്നൊക്കെ പറഞ്ഞു. ഒരു കാര്യമില്ല, ചുമ്മാ എല്ലായിടത്തും കയറി ആളാവുക, ഇങ്ങനെയൊക്കെ സംസാരം മാത്രമാണ്. ഈ സംസാരത്തിലാണ് ഞാൻ പെട്ടുപോയതും. അപ്പോൾ ഇതാണ് ആളുടെ ഒരു ക്യാരക്ടർ. അപ്പോൾ നിങ്ങൾക്ക് ആളെ എങ്ങനെയാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇപ്പോൾ അവനെ പറഞ്ഞു വിട്ടതിന് ശേഷം രണ്ടാമത് ഒരാൾ ചെയ്ത് വെച്ചതിൻ്റെ വർക്ക് ഏറ്റെടുക്കാൻ ആരും തയ്യാറാവത്തില്ല. അപ്പോൾ അങ്ങനെ ആയാലും ഇപ്പം കുറച്ച് പേരെ കിട്ടിയിട്ടുണ്ട്. അവർ ഞായറാഴ്ചകളിൽ മാത്രമാണ് വന്ന് വർക്ക് ചെയ്യുന്നത്. അപ്പം കഴിഞ്ഞ ഈ മാർച്ച് 9 കഴിഞ്ഞിട്ടുള്ള എല്ലാ ഞായറാഴ്ചകളും ഓരോ ദിവസങ്ങളിലായിട്ടാണ് അവർ വന്ന് പണി ചെയ്യുന്നത്. അപ്പം ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെ സംഭവിച്ചു കഴിഞ്ഞാലും നമ്മൾ ഏപ്രിൽ 23-ാം തീയതി കയറാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അന്ന് 10-ാം ഉദയം എന്ന് പറയും. അപ്പം അന്നത്തെ ദിവസം ഇതുവരെയുള്ള ഇവൻ ചെയ്തു വെച്ച വർക്കുകളിലെ കുറേ കൊനസ്റ്റുകൾ, പുറമേ കാണുന്ന കൊനസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കാറുണ്ട്. കാര്യം ഡോറിൻ്റെയൊക്കെ കുറേ അളവ് തെറ്റിച്ചെടുത്തതും അതൊക്കെ ഒന്ന് ഒഴിവാക്കി നല്ല വൃത്തിയുള്ളൊരു ഡോറൊക്കെ ഇട്ട് അതിൻ്റെ അകത്തുള്ള സംഭവങ്ങളൊക്കെ ബാക്കി പിന്നീട് ചെയ്യുള്ളൂ. അപ്പം 23-ാം തീയതി ഒരു ചടങ്ങായിട്ട് നടത്തി അങ്ങോട്ട് കയറുക. അപ്പം അധികം ആരെയും വിളിക്കുന്നില്ല, പണി ചെയ്ത പണിക്കാരെ മാത്രമേ തൽക്കാലം വിളിക്കുന്നുള്ളൂ. അപ്പോൾ മാത്രമല്ല നമുക്കിവിടെ ഒരു പാലുകാച്ച് നടത്താനുള്ള സെറ്റപ്പ് നിലവിൽ ഈ ഒരു സ്ഥലത്ത് നമുക്കില്ല. ഒരു പന്തൽ കെട്ടാനോ 10 പേർക്ക് ഇരുത്തി ആഹാരം കൊടുക്കാനുള്ള സെറ്റപ്പ് തൽക്കാലം ഇവിടെ ഇല്ല. അതുകൊണ്ട് അധികം ആരെയും വിളിക്കുന്നില്ല, പണിക്കാരെ മാത്രം വിളിച്ച് ആ ചടങ്ങ് നടത്തി നമ്മൾ കയറുന്നു. അന്നത്തെ ദിവസം ഇവിടെ താമസിക്കുന്നു. അതിന് ശേഷം അന്നത്തെ ദിവസം വർക്കില്ല, അതിനുശേഷം പിറ്റേ ദിവസം ബാക്കി വർക്കുകളൊക്കെ വീണ്ടും തകൃതിയായിട്ട് മുന്നോട്ട് പോകും. അപ്പം നിങ്ങളെ വിളിച്ചില്ല, ഇവരെ വിളിച്ചില്ല എന്ന് ആരും പരാതി പറയരുത്. ആരെയും വിളിക്കുന്നില്ല, ഞങ്ങൾ 4 പേരും മാത്രമായിട്ടാണ് കയറുന്നത്. ഇതാണ് മെയിനായിട്ട് ഈ വീഡിയോയിൽ പറയാൻ വന്നത്. അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഇതിൻ്റെ പാല് കാച്ച വീഡിയോ ആയിരിക്കും. അപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കര സന്തോഷത്തോട് കാത്തുകെട്ടിയിരിക്കുകയാണ് ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട്. അപ്പം ഏപ്രിൽ 23 10-ാം ഉദയത്തിൻ്റെ അന്നാണ് നമ്മൾ വീട്ടിൽ കയറാൻ പോകുന്നത്. അപ്പോൾ മാളു നീ ഹാപ്പി അല്ലേ?
അപ്പോൾ മാളുവിൻ്റെ ബർത്ത്ഡേക്ക് മുമ്പ് ഇതിനകത്ത് കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു സ്റ്റേജിലായിപ്പോയി, നമുക്ക് കയറാൻ പറ്റാത്ത ഒരു സ്റ്റേജിലായിപ്പോയി. അപ്പം എനിക്ക് മാളുവിൻ്റെ അടുത്ത് പറഞ്ഞു ഒരു വാക്ക് പാലിക്കാൻ പറ്റാതെ പോയി. എന്തായാലും അടുത്ത ബർത്ത്ഡേ മാളുവിൻ്റെ ഈ വീട്ടിൽ വെച്ച് നല്ല രീതിക്ക് ആഘോഷിക്കാൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു മാളു. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതിലൊക്കെ ടാറ്റാ ബൈ, സീ യു.